സുരേഷ് ചേമൻ ഇങ്ങനെ പറഞ്ഞു, ചില കാര്യങ്ങളൊക്കെ പറയണം എന്ന് പറഞ്ഞു. ഒന്ന് സംഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇതാണ്: ബി ദ ഫസ്റ്റ്, ബി ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് ബി ദ ബെസ്റ്റ്. ഇതാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ട നമ്മുടെ ഗോളുകൾ എന്ന് ഈ ടീമിനോട് പറയാൻ പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ പറയാം, ബി ദ ഫസ്റ്റ്, നമ്മളായിരിക്കണം ഒന്നാമത്. ഓക്കെ, ബി ദ ഫാസ്റ്റസ്റ്റ്, നമ്മളായിരിക്കണം അതിവേഗത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടത്. ആൻഡ് ബി ദ ബെസ്റ്റ്, നമ്മളായിരിക്കണം മികച്ചു നിൽക്കേണ്ടത്. അപ്പൊ ഒന്നാമതെന്ന് പറയുമ്പോൾ നമുക്ക് ആരോടും എന്തില്ല, ഒരു മത്സര ബുദ്ധിയൊന്നുമില്ല, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെട്ടിപ്പിടിക്കണമെന്നോ, നമ്മളെ പോലെ ഈ മേഖലയിൽ സേവനം അനുഷ്ഠിക്കുന്ന ആളുകളെ എന്തെങ്കിലും ചെയ്ത് കളയണം, അങ്ങനൊന്നുമില്ല. നമ്മുടെ മനസ്സിലെന്താ, നമുക്ക് ഒന്നാമത് നിൽക്കണം. ഏത് കാര്യത്തിൽ? നമുക്ക് നല്ല സേവനം, നല്ല പരിചരണം, ഇൻ ടേംസ് ഓഫ് ദ കെയർ വി പ്രൊവൈഡ്, ഇൻ ടേംസ് ഓഫ് ദ സർവീസ് വി ഓഫർ ദ പീപ്പിൾ, വി ഹാവ് ടു ബി ദ ഫസ്റ്റ്. ഓക്കെ, ആദ്യം ആളുകൾ നമ്മുടെ അടുത്തേക്ക് എത്തണം, അതാണ് നമ്മുടെ ആഗ്രഹം. Be the fastest. The chairman actually means, we should be really fast, swift, and should be at a really fast paced in making our expansion plans fulfilled. We have expansion plans. We are actually planning to open a couple of new branches. So he wants these expansion plan in particular to be expedited. And in terms of internal expansion, yes, the Farvania Center, we are actually planning to add a few more doctors. We are planning to add a few more departments. So അങ്ങനെയുള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം അതിവേഗത്തിലാവണം, ഒട്ടും തന്നെ ഡിലേ വരാൻ പാടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് ബി ദ ബെസ്റ്റ് ഇൻ ടേംസ് ഓഫ് ദ അവൈലബിലിറ്റി ഓഫ് അവർ സർവീസസ്, in terms of the affordability of our services, and of course in terms of the accessibility to our services. നമ്മുടെ കയ്യിൽ എല്ലാം വേണം. ഒരാൾ വന്നിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഡോക്ടർ ഇല്ല, ഒരു സർവീസ് ഇല്ല എന്ന് പറഞ്ഞ് പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അതാണ് നമ്മൾ നമ്മുടെ അവൈലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്, എല്ലാവർക്കും എത്തിച്ചേരാൻ കഴിയുന്ന വിധത്തിൽ, എല്ലാവരെയും സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മൾ പ്രാപ്തരായിരിക്കണം. ഓക്കെ, ആക്സസിബിലിറ്റി. പിന്നെ അഫോർഡബിലിറ്റി. നമുക്കറിയാം, നമ്മുടെ ഒരു പ്രൈസിങ് സ്ട്രാറ്റജി അറിയാമല്ലോ. ഒരു ഗണ്യമായ ലാഭമൊന്നും മുന്നിൽ കണ്ടുകൊണ്ടല്ല നമ്മൾ ഈ സർവീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈശ്വരന്റെ അനുഗ്രഹം എപ്പോഴും നമുക്കുണ്ട്, ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നത് സത്യമാണ്. നമ്മുടെ മുമ്പിൽ വന്ന് ഒരു പാവപ്പെട്ട ഒരാൾ വന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ അയാൾക്ക് പരിചരണം, ട്രീറ്റ്മെന്റ് നിഷേധിച്ച ഒരു ചരിത്രം ഷിഫാൽ ജസീറയ്ക്ക് ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാവുകയുമില്ല. എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ റിസപ്ഷനിൽ ഇരിക്കുന്ന എത്ര പേര് എനിക്ക് നിങ്ങളോട് ചോദിക്കാറുണ്ട്, എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റയടിക്ക് അവരെ മടക്കി അയച്ച ഒരു ചരിത്രമുണ്ടോ ഇവിടെ? ഉണ്ടോ? ഇല്ല. എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാലും അയാൾക്ക് ഓക്കെ, എന്താണ് അയാളെ കൊണ്ടാവുന്നത് അതനുസരിച്ച് നമ്മുടെ കഴിവിന്റെ പരമാവധി കൊടുക്കാനുള്ള മനസ്സ്, ആ മനസ്സാണ് നമ്മളെ വളർത്തിയത്. അതാണ് നമ്മുടെ വിജയത്തിന്റെ രഹസ്യം. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല മനസ്സുള്ളവരാവാം. ഈ പുതിയ വർഷത്തിലെ സന്ദേശം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാലേ, ഹലോ, ഹായ്, ഹൗ ആർ യു? നമുക്ക് നല്ല ചിന്തകളുള്ളവരാവാം. നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റണം, ചില കാര്യങ്ങൾ അവഗണിക്കാനും പറ്റണം, ചില കാര്യങ്ങൾ നമുക്ക് മറക്കാനും പറ്റണം, പലതും നമുക്ക് പൊറുക്കാനും പറ്റണം. അങ്ങനെ സന്തോഷത്തോടു കൂടി എല്ലാ ദിവസവും പുഞ്ചിരിക്കുന്ന നല്ല നാളുകളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ദിവസവും നമുക്ക് സന്തോഷത്തോടു കൂടി പുഞ്ചിരിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും സ്വാഗതം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്യണം, ഇപ്പൊ ഈ ലൈറ്റ് ഇവർ ഓഫ് ചെയ്തു, ആ കണ്ടീഷനെ നമ്മൾ എന്താ വിളിക്കുന്നത്? വി കോൾ ദാറ്റ് കണ്ടീഷൻ ഡാർക്ക്നെസ്, അല്ലേ? ഇരുട്ട്. ആൻഡ് ഹൗ ഡു യു ഡിഫൈൻ ഡാർക്ക്നെസ് എന്ന ഇരുട്ട്? ഡാർക്ക്നെസ് ഈസ് സിംപ്ലി ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ്. വെളിച്ചമില്ലാത്തൊരവസ്ഥയാണ് ഡാർക്ക്നെസ്. ഒന്നുകൂടെ ചിന്തിച്ചേ, ഡാർക്ക്നെസ് ഈസ് ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ്, വെളിച്ചമില്ലാത്ത അവസ്ഥ. ഒന്നുകൂടി ആലോചിച്ചേ, അതാണ് ഇരുട്ട്. പക്ഷെ ആ ഇരുട്ടിൽ മാത്രമേ നമുക്കൊരു ദീപനാളം തെളിയിക്കാൻ കഴിയൂ. Darkness is the only opportunity where you can light a lamp, where you can radiate the light of happiness, hopes, dreams and aspirations. Appo let's transform the challenges to opportunities. Sir, let's transform every darkness to the noble opportunities to spread the rays of happiness and hopes, dreams and aspirations. Thank you very much.